ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2026 പുറത്തിറങ്ങിയ നൈറ്റ് ബോൺ എന്ന അതിമനോഹരവും എന്നാൽ ഒരല്പം നമ്മുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നതുമായ ഒരു ഹൊറർ ത്രില്ലർ സിനിമയുടെ കഥയാണ് ഫോക്ക് ഹൊറർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സ്വന്തം കുഞ്ഞെന്ന് പറയുന്നത് ജീവനേക്കാൾ വിലപ്പെട്ട ഒന്നാണ്. ആ കുഞ്ഞിന് എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വന്നാൽ പോലും അമ്മമാരുടെ നെഞ്ചി പിടയും. എന്നാൽ താൻ പ്രസവിച്ച സ്വന്തം കുഞ്ഞ് സാധാരണ ഒരു മനുഷ്യ കുഞ്ഞല്ലെന്നും അവനിൽ എന്തൊക്കെയോ അസാധാരണമായ ഭയപ്പെടുത്തുന്ന മാറ്റങ്ങളുണ്ടെന്നും ഒരമ്മയ്ക്ക് മനസ്സിലായാൽ എന്തായിരിക്കും അവരുടെ മാനസികാവസ്ഥ? ആദ്യമെല്ലാം സാധാരണമെന്ന് തോന്നുമെങ്കിലും ദിവസങ്ങൾ കഴിയും തോറും ആ പിഞ്ചു കുഞ്ഞു കാണിക്കുന്ന പേടിപ്പെടുത്തുന്ന സ്വഭാവങ്ങൾ ആ അമ്മയെയും അവരുടെ കുടുംബത്തെയും എങ്ങനെ ഒരു വലിയ ദുരന്തത്തിലേക്ക് നയിക്കുന്നു എന്നാണ് ഈ സിനിമ നമ്മളോട് പറയുന്നത്. വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിനും ഭയത്തിനും നടുവിൽ ആ അമ്മയ്ക്ക് നേരിടേണ്ടി വരുന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അവരുടെ ജീവിതം തന്നെ ഒരു പേക്കിനാവാക്കി മാറ്റുകയാണ്. അപ്പോൾ കൂടുതൽ സമയം കളയാതെ നമുക്ക് നേരെ ഈ സിനിമയുടെ ഉദ്വേഗജനമായ കഥയിലേക്ക് കടക്കാം. നൈറ്റ് ബോണ്ട് തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് വളരെ മനോഹരമായ എന്നാൽ കുറച്ച് മിസ്റ്ററീസൊക്കെ ഒളിഞ്ഞിരിക്കുന്ന പോലത്തെ ഫിൻലാൻഡിലെ ഒരു കാട്ടുപ്രദേശമാണ്. ഇരുണ്ട മരങ്ങളും കോട മഞ്ഞും നിറഞ്ഞ ആ കാടിൻ്റെ ഉള്ളിലേക്ക് താമസം മാറാൻ വേണ്ടി യാത്ര തിരിക്കുന്ന ഒരു ചെറിയ കുടുംബത്തെയാണ് ക്യാമറ നമുക്ക് കാണിച്ചു തരുന്നത്. ജോൺ എന്നാണ് നമ്മുടെ നായകൻ്റെ പേര്, റോൺ വീസ്ലി എന്നല്ല. നഗരത്തിലെ തിരക്കുകളും വാഹനങ്ങളുടെ ശബ്ദവും ജോലി സ്ഥലത്തെ കടുത്ത സ്ട്രെസ്സും ഒക്കെ ജോണിനെ വല്ലാതെ മടുപ്പിച്ചിരുന്നു. ഒരു സമാധാനവുമില്ലാത്ത ആ സിറ്റി ലൈഫിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് പ്രകൃതിയോട് ഇണങ്ങി ശാന്തമായ ഒരു ജീവിതം നയിക്കണം എന്നായിരുന്നു ജോണിൻ്റെ വലിയൊരു ആഗ്രഹം. ആഗ്രഹത്തിന് പൂർണ്ണ സപ്പോർട്ടുമായി അവൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സാഗയും കൂടെയുണ്ട്. അവർ ഈ കാടിൻ്റെ ഉള്ളിലേക്ക് താമസം മാറാൻ തീരുമാനിച്ചതിന് പിന്നിൽ മറ്റൊരു പ്രധാന റീസൺ കൂടിയുണ്ട്. സാഗയുടെ കുട്ടിക്കാലം മുഴുവൻ ചെലവഴിച്ചത് ഈ കാടിനുള്ള ആ പഴയ വീട്ടിലായിരുന്നു. അവരുടെ മാതാപിതാക്കളോടൊപ്പം ഒരുപാട് സന്തോഷകരമായ നിമിഷങ്ങൾ അവൾ ആ വീട്ടിൽ ചെലവഴിച്ചിട്ടുണ്ട്. നഗരത്തിലെ തിരക്കിൽ നിന്ന് മാറി സ്വന്തം നാട്ടിലേക്ക്, താൻ ജനിച്ചു വളർന്ന വീട്ടിലേക്ക് തിരികെ പോകുന്നതിൻ്റെ ഒരു വലിയ സന്തോഷം സാഗയുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അവർ ആ വീടിന് മുന്നിൽ വണ്ടി നിർത്തുന്നു. വർഷങ്ങളായി ആരും താമസിക്കാതെ കിടക്കുന്നതിനാൽ ആ വീട് ആകെ ശോചനയായിട്ട് വല്ലാത്തൊരവസ്ഥ. വീടിൻ്റെ മുറ്റത്തും പരിസരത്തും കാട് പിടിച്ച് കിടക്കുന്നു. അകത്തേക്ക് കയറിയാൽ നിറയെ മാറാലയും പൊടിയും പഴയ സാധനങ്ങളും ഉപയോഗശൂന്യമായ വസ്തുക്കളും അവിടെ ഇവിടെയൊക്കെ ചിതറി കിടക്കുന്നുമുണ്ട്. വീടിൻ്റെ ഇൻറ്റീരിയറൊക്കെ ആകെ മങ്ങി, പെയിൻ്റൊക്കെ ഇളകി വളരെ വളരെ സങ്കടകരമായ ഒരവസ്ഥയിലായിരുന്നു ആ വീട്. ചില മരത്തടികളും തറയിലെ പലകളും ഒക്കെ ചിതലെടുത്ത് പൊട്ടി പൊളിയാറായ അവസ്ഥയിലാണ്. ഇതൊക്കെ കണ്ടിട്ടും ജോണിന് യാതൊരു നിരാശയുമില്ല. അവൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയങ്ങളിൽ പതുക്കെ പതുക്കെ ഈ വീടൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാം എന്ന ചിന്തയിലാണ് അവൻ. അങ്ങനെ വീടിൻ്റെ ഓരോ ഭാഗങ്ങളും വളരെ പ്രതീക്ഷയോടെ നോക്കി കാണുകയാണ്. അതേസമയം സാഗ അവളുടെ പഴയ കിടപ്പുറയിലെത്തി തൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് ഊളിയിടുകയായിരുന്നു. അപ്പോഴാണ് വീടിൻ്റെ ലിവിംഗ് റൂമിൽ വളരെ വിചിത്രമായൊരു കാഴ്ച ജോൺ കാണുന്നത്. വീടിൻ്റെ തറ തുളച്ചുകൊണ്ട് നടുവിലായി ഒരു മരം വളർന്നു നിൽക്കുന്നു. ഒരു സാധാരണ വീടിനുള്ളിൽ ഇങ്ങനൊരു മരം വളർന്നു നിൽക്കുന്നത് കാണുമ്പോൾ ആർക്കായാലും ഒന്ന് അത്ഭുതം തോന്നും. ജോൺ ഉടൻ തന്നെ സാഗയെ അങ്ങോട്ടേക്ക് വിളിച്ചു. സാഗ ആ മരം കണ്ടിട്ട് അവനോട് പറഞ്ഞു, പണ്ടിവിടെയായിരുന്നു എൻ്റെ അമ്മൂമ്മ അവളുടെ റോക്കിംഗ് ചെയറിൽ ഇരുന്ന് TV കണ്ടുകൊണ്ടിരുന്നത്. ആ മരം നിൽക്കുന്ന സ്ഥലം അവളുടെ ഓർമ്മകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. തുടർന്ന് സാഗ ജോണിനെയും കൂട്ടി വീടിൻ്റെ ഓരോ മുറികളിലൂടെയും നടന്ന് താൻ കുട്ടിക്കാലത്ത് എവിടേക്കാണ് കളിച്ചിരുന്നത്, എന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്നൊക്കെ വളരെ ആവേശത്തോടെ അവന് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. ആ പഴയ വീട്ടിൽ വീണ്ടും എത്തിയതിൻ്റെ ഒരു വല്ലാത്ത സന്തോഷം സാഗയുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ചേർന്ന് ഒരു തീരുമാനമെടുക്കുന്നു. അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഈ വീട്ടിൽ വെച്ച് തന്നെ ആയിരിക്കണം. നഗരത്തിലെ മാലിന്യങ്ങളും ബഹളങ്ങളും ഒന്നുമില്ലാതെ ഈ ശുദ്ധമായി ശ്വസിച്ച് ഈ കാടിൻ്റെ മനോഹാരിതയിൽ പ്രകൃതിയോട് ഇണങ്ങി ആ കുഞ്ഞ് വളരണം. ഇതായിരുന്നു അവരുടെ സ്വപ്നം. ശേഷം സാഗ ജോണിനെയും കൂട്ടി വീടിൻ്റെ പുറത്തേക്ക് ആ കാടിൻ്റെ ഉള്ളിലേക്ക് നടക്കാൻ ഇറങ്ങി. സാഗ ചെറുതായിരിക്കുമ്പോൾ അവളും അവളുടെ ചേച്ചിയും കൂടെ കളിച്ചു വളർന്ന കാടാണത്. അവളുടെ ചേച്ചിയുടെ കാര്യം നോക്കിയാൽ ഇപ്പോൾ അവൾ അവളുടെ അമ്മയുടെ കൂടെയാണ് താമസം, അത് നഗരത്തിൽ. ആ കാട് കാണുമ്പോൾ വളരെ മനോഹരമാണ്, എന്നാൽ അതേസമയം എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പോലെയും നമുക്ക് തോന്നിപ്പിക്കുന്നുണ്ട്. നടന്നു പോകുന്നതിനിടയിൽ ജോൺ നിലത്ത് കിടക്കുന്ന ഒരു മരച്ചില കാണുന്നു. അത് കണ്ടാൽ പെട്ടെന്ന് ഒരു മനുഷ്യൻ്റെ വിരലുകൾ പോലെ തോന്നും. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ മറ്റൊരു മരത്തിൻ്റെ തടിയിൽ ഒരു പിശാചിൻ്റെ മുഖം പോലെയുള്ള ഒരു രൂപം അവൻ കണ്ടു. അതുമാത്രമല്ല, കാറ്റ് വീണ് നിലംപൊത്തറായ നിലയിൽ നിൽക്കുന്ന ഒരു വലിയ മരം. ദൂരെ നോക്കുമ്പോൾ ഒരാൾ കുനിഞ്ഞു നിൽക്കുന്ന പോലെയാണ് ജോണിന് തോന്നിയത്. ഇതൊക്കെ കാണുമ്പോൾ അവന് ചെറിയൊരു അമ്പരപ്പ് ഉണ്ടാക്കി, സത്യം തന്നെ. പക്ഷെ അവനതൊന്നും കാര്യമാക്കിയില്ല. അതേസമയം സാഗ അവളുടെ പ്രിയപ്പെട്ട ഓർമ്മകളുടെ മരം, ട്രീ ഓഫ് മെമ്മറീസ് കണ്ടുപിടിച്ചു. കുട്ടിക്കാലത്ത് അവളെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചതും കളിച്ചതും ആ വലിയ മരത്തിൻ്റെ ചുവട്ടിലായിരുന്നു. ഇപ്പോൾ ആ മരത്തിന് ഒരുപാട് പ്രായം തോന്നിക്കുമെങ്കിലും അതിപ്പോഴും വളരെ കരുത്തോടെ തന്നെ അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ സാഗയെ കാണാതെ അവളെ തിരിഞ്ഞടന്ന ജോൺ അവസാനം ഈ മരത്തിൻ്റെ ചുവട്ടിൽ അവളുടെ അടുത്തേക്ക് എത്തുന്നു. ഈ കാടും പരിസരവും തങ്ങളുടെ കുഞ്ഞിന് ജന്മം നൽകാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണെന്ന് സാഗയ്ക്ക് തോന്നി. ആ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് ആ പഴയ ഓർമ്മകളുടെ സാന്നിധ്യത്തിൽ അവൾ ജോണിനോടൊപ്പം സ്നേഹം പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചു.
അങ്ങനെ ആ നിമിഷം വടകരങ്ങാറുമ്പോൾ അവരുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വലിയ ദുരന്തങ്ങൾക്ക് ഒരു തുടക്കം കുറിക്കൽ കൂടിയായിരുന്നു അത് എന്ന് പാവ രണ്ടുപേരും അറിഞ്ഞിരുന്നില്ല. മാസങ്ങൾ പെട്ടെന്ന് കടന്നുപോയി. സാഗ പൂർണ്ണ ഗർഭിണിയായി. ഒടുവിൽ അവൾ ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. എന്നാൽ ഇവിടെയാണ് കഥയിലെ ആദ്യത്തെ വലിയ ട്വിസ്റ്റ് വരുന്നത്. പ്രസവം കഴിഞ്ഞിട്ട് 2 ദിവസമായിട്ടും സാഗ തൻ്റെ സ്വന്തം കുഞ്ഞിൻ്റെ മുഖം ഇതുവരെ വ്യക്തമായി കണ്ടിട്ടില്ല. എന്തോ ഒരു അസാധാരണത്വം അവിടെ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയിരിക്കെ ഒരു ദിവസം ജോൺ ആശുപത്രിയിലെ മുറിയിൽ സാഗയുടെ അടുത്തേക്ക് വരുന്നു. റൂമിൽ നല്ല ഇരുട്ടായിരുന്നു. അവൻ പുറത്തു നിന്നുള്ള സൂര്യപ്രകാശം അകത്തേക്ക് വരാൻ വേണ്ടി ജനലിലെ കർട്ടനുകൾ തുറന്നെടുത്തു. പെട്ടെന്ന് സൂര്യപ്രകാശം ആ ഇളം കുഞ്ഞിൻ്റെ ശരീരത്തിൽ പതിച്ചതും ആ കുഞ്ഞ് ഭയാനകമായ ശബ്ദത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. വെറുമൊരു കലച്ചില്ല, എന്തോ വലിയ വേദന സഹിക്കാൻ കഴിയാത്ത പോലുള്ള ഒരു വല്ലാത്ത അലർച്ചയായിരുന്നു അത്. എന്നാൽ ഇതൊന്നും കണ്ട് അവർക്ക് വലിയ സംശയമൊന്നും തോന്നിയില്ല. കാരണം അവിടെ ഉണ്ടായിരുന്ന നേഴ്സ് അവരുടെ വളരെ സമാധാനത്തോടെ പറഞ്ഞത് കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനാണ് എന്നാണ്. കുഞ്ഞിൻ്റെ ശരീരത്തിൽ കുറച്ച് കൂടുതലായി രോമങ്ങളുണ്ടായിരുന്നു. എന്നാൽ അത് സാധാരണമാണെന്നും സൂര്യപ്രകാശം ഏൽക്കുന്നത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നും പറഞ്ഞ് ആ നേഴ്സ് അവരെ ആശ്വസിപ്പിച്ചു. നേഴ്സിൻ്റെ വാക്കുകൾ കേട്ട് അവർ രണ്ടുപേരും റിലാക്സ് ചെയ്തു. ആശുപത്രിയിലെ വാസമെല്ലാം കഴിഞ്ഞ് അവർ തങ്ങളുടെ കുഞ്ഞുമായി കാട്ടിലെ ആ വീട്ടിലേക്ക് തിരികെ വരികയാണ്. കാറിലെത്തി അവർ വീടിൻ്റെ മുറ്റത്തേക്ക് വണ്ടി നിർത്തി. അവൾ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ കാടിൻ്റെ ഉള്ളിൽ നിന്നും വളരെ വിചിത്രമായ ചില ശബ്ദങ്ങൾ സാഗ കേൾക്കാൻ തുടങ്ങി. എന്തൊക്കെയോ മൃഗങ്ങൾ അമർന്നത് പോലെയോ അതോ കാറ്റ് മൂളുന്ന പോലെയോ തോന്നിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങൾ. അതിനൊപ്പം തന്നെ കാറിനുള്ളിലിരുന്ന കുഞ്ഞും നിർത്താതെ കരയാൻ തുടങ്ങി. കാടി കുഞ്ഞിനെ സ്വാഗതം ചെയ്യുകയാണോ അതോ എന്തോ ഒരു അപകടം വരാൻ പോകുകയാണെന്നുള്ള മുന്നറിയിപ്പാണോ അതൊന്നും സാഗയ്ക്ക് മനസ്സിലായില്ല. എന്നാൽ അതൊന്നും വലിയ കാര്യമാക്കാതെ അവർ വീടിനുള്ളിലേക്ക് കയറി. ഇപ്പോൾ ആ വീട് പഴയതുപോലെയല്ല. ജോൺ അത്യാവശ്യം കേടുപാടുകളൊക്കെ തീർത്ത് വളരെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ വീടിനുള്ളിലേക്ക് കയറിയിട്ടും ആ കുഞ്ഞിൻ്റെ കരച്ചിൽ നിൽക്കുന്നേയില്ല. കുഞ്ഞിന് വിശന്നിട്ടാകാൻ കരയുന്നത് എന്ന് വിചാരിച്ച് സാഗ കുഞ്ഞിനെടുത്ത് മാറോട് ചേർത്ത് മുലപ്പാൽ കൊടുക്കാൻ തുടങ്ങുന്നു. എന്നാൽ കുഞ്ഞ് പാൽ കുടിക്കാൻ തുടങ്ങിയ ആ നിമിഷം തന്നെ സാഗയുടെ മുഖത്ത് വല്ലാത്തൊരു വേദനയുടെ ഭാവം വന്നു നിറഞ്ഞു. സാധാരണ ഒരു കുഞ്ഞ് പാൽ കുടിക്കുന്ന പോലെ അല്ല, എന്തോ മൂർച്ചയുള്ള ആയുധം വെച്ച് വലിച്ചു പറിക്കുന്ന പോലെയുള്ള വേദനയായിരുന്നു അവൾക്ക് അനുഭവപ്പെട്ടത്. എന്നാൽ തൻ്റെ പൊന്നമ്മനിക്ക് വേണ്ടിയല്ലേ എന്ന് കരുതി അവൾ ആ കടുത്ത വേദന പല്ലുകടിച്ച് സഹിച്ചു നിന്നു. പിന്നീട് ജോൺ കുഞ്ഞിനെ കുളിപ്പിക്കാനായി കൊണ്ടുപോയ സമയത്ത് സാഗ ബാത്റൂമിലേക്ക് പോയി അവളുടെ മാറ് പരിശോധിച്ച് നോക്കി. അവൾ കണ്ട കാഴ്ച ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. കുഞ്ഞ് പാലൊടിച്ച ഭാഗമാകെ കടിച്ച് കീറിയതുപോലെ മുറിഞ്ഞിരിക്കുന്നു. അവിടെ നിന്നും രക്തം പൊടിയുന്നുണ്ട്. ജനിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിന് എങ്ങനെയാണ് ഇത്രയും ശക്തിയുള്ള താടിയെല്ലുകളും പല്ലുകളും അല്ലെങ്കിൽ മോണകളും ഉണ്ടാകുന്നത്? സാഗയ്ക്ക് എന്തൊക്കെയോ അസാധാരണമായി തോന്നാൻ തുടങ്ങി. അന്ന് രാത്രി അവർ മൂവരും ഒരേ കിടക്കയിൽ ഉറങ്ങാൻ കിടക്കുവാണ്. സാഗയുടെ അടുത്ത് തന്നെ കുഞ്ഞുമുണ്ട്. പാതി ഉറക്കത്തിൽ സാഗ കുഞ്ഞിൻ്റെ കൈകളിലേക്ക് ഒന്ന് നോക്കി. അവളുടെ ശ്വാസം നിലച്ചുപോയി. ആ ഇളം കുഞ്ഞിൻ്റെ വിരലുകളിലെ നഖങ്ങൾ ഒരു വലിയ മനുഷ്യൻ്റെ നഖങ്ങൾ പോലെ നീണ്ടു വളർന്നിരിക്കുന്നു. വെറും നീളമുള്ളതല്ല, നല്ല മൂർച്ചയുള്ള നഖങ്ങൾ. പെട്ടെന്ന് ഉറക്കത്തിൽ ആ കുഞ്ഞ് തൻ്റെ ചെറിയ കൈകൾ കൊണ്ട് സാഗയുടെ കയ്യിലൊന്ന് മുറുകെ പിടിച്ചു. ആ പിടുത്തത്തിൻ്റെ ശക്തിയിൽ സാഗയുടെ കയ്യിലെ മാംസത്തിൽ ആ നഖങ്ങൾ ആഴ്ന്നിറങ്ങുകയും അവിടെ നിന്ന് അപ്പോൾ തന്നെ രക്തം പൊടിയുകയും ചെയ്തു. ഒരു സാധാരണ കുഞ്ഞിന് ഒരിക്കലും ഇത്രയും ശക്തിയിൽ ഒരാളുടെ കയ്യിൽ പിടിക്കാൻ കഴിയില്ല എന്ന് സാഗയ്ക്ക് ഉറപ്പായിരുന്നു. അവളുടെ മനസ്സിൽ ഭയം ഒരു വിത്തായി മുളയ്ക്കാൻ തുടങ്ങി. തൻ്റെ കുഞ്ഞ് സാധാരണക്കാരനല്ല എന്ന ചിന്ത അവളെ വല്ലാതെ അലട്ടാൻ തുടങ്ങി. അവൾക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ സാഗയുടെ അമ്മ താരുവിനെയും, അതായത് സാഗയുടെ ചേച്ചി, താരുവിൻ്റെ ചെറിയ കുട്ടിയും കൂട്ടി സാഗയെയും കുഞ്ഞിനെയും കാണാൻ അവിടേക്ക് വന്നു. വാതിൽ തുറന്ന് സാഗയെ കണ്ട് അമ്മ ശരിക്കും ഞെട്ടിപ്പോയി. ഏതാനും ദിവസങ്ങൾ കൊണ്ട് സാഗയുടെ രൂപം ആകെ മാറിയിരിക്കുന്നു. മുഖത്തൊക്കെ വല്ലാത്തൊരു ക്ഷീണം, കണ്ണുകൾ കുഴിഞ്ഞിരിക്കുന്നു, ശരീരമാകെ വിളറി വെളുത്തിരിക്കുന്നു. എന്താണ് നിനക്ക് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞിനെ നോക്കി ഉറക്കമൊഴിഞ്ഞ് ക്ഷീണിച്ചതാണെന്ന് സാഗ മറുപടി പറഞ്ഞു. ആ സമയത്ത് ജോൺ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവിടേക്ക് വന്നു. കുടുംബാംഗങ്ങളെ കാണിക്കാൻ വേണ്ടി അവൻ വളരെ അഭിമാനത്തോടെ കുഞ്ഞിനെ അവരുടെ അടുത്തേക്ക് നീട്ടി. ആ സമയത്ത് കുഞ്ഞ് നിർത്താതെ കരയുകയായിരുന്നു. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് അലിവ് തോന്നിയ സാഗയുടെ അമ്മ കുഞ്ഞിനെ വാങ്ങി മാറോട് ചേർത്ത് പിടിച്ചു. അവൾ സാഗയുടെ ഉപദേശിക്കാൻ തുടങ്ങി. മോളെ, ഈ കാടിൻ്റെ നടുവിൽ ഒരു സൗകര്യമില്ലാത്ത സ്ഥലത്ത് ഒരു കുഞ്ഞിനെയും വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒട്ടും ശരിയല്ല. ടൗണിലേക്ക് തിരികെ പോകുന്നതല്ലേ നിങ്ങൾക്ക് നല്ലത്. ഇവിടെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ആരും സഹായിക്കാൻ പോലും ഉണ്ടാകുന്നില്ല. ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ആ കുഞ്ഞ് അമ്മയുടെ ചെവിയിൽ കിടന്ന കമ്മൽ പിടിച്ചു വലിച്ചു. വളരെ ശക്തിയോടെയുള്ള ആ വലിയിൽ അമ്മയുടെ കാത് പറഞ്ഞു പോവുകയും അവിടുന്ന് ചോര ചീറ്റുകയും ചെയ്തു. അവിടെ വേന കൊണ്ട് ഉറക്കെ നിലവിളിച്ചു പോയി. ഒരാഴ്ച പോലും പ്രായമില്ലാത്ത ഒരു കുഞ്ഞിന് എങ്ങനെയാണ് ഇത്രയും ശക്തി ലഭിക്കുന്നത് എന്നാലോചിച്ച് അമ്മ ശരിക്കും ഭയന്നുപോയി. എന്നാൽ സാഗയെ സമാധാനിപ്പിക്കാൻ വേണ്ടി അമ്മ ഒരു കാര്യം പറഞ്ഞു. സാഗേ, നീ പേടിക്കണ്ട. നീ ജനിച്ച സമയത്തും ഇതുപോലെ തന്നെ വളരെ ശക്തിയുള്ളവളും ഇതുപോലെ വിചിത്രമായ സ്വഭാവങ്ങൾ കാണിക്കുന്നവളും ആയിരുന്നു. ഇത് കേട്ടപ്പോൾ സാഗയ്ക്ക് കുറച്ചൊരു ആശ്വാസം തോന്നിയെങ്കിലും അവളുടെ ഉള്ളിലെ ഭയം പൂർണ്ണമായും മാറിയിരുന്നില്ല. കാരണം അവൾ അനുഭവിക്കുന്ന വേദന മറ്റാർക്കും മനസ്സിലാകില്ലല്ലോ. അടുത്ത ദിവസം സാഗയുടെയും ജോണിൻ്റെയും കുറേ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അവരെ കാണാനും കുഞ്ഞിനെ കണ്ട സന്തോഷം പങ്കിടാനുമായി ആ കാട്ടിലെ വീട്ടിലേക്ക് വരുന്നു. ഒരു 28 കിട്ടുന്ന പോലെ, പേരിടൽ ചടങ്ങുന്ന പോലെ. എപ്പോഴും നിശബ്ദമായി കിടന്നിരുന്ന ആ വീട് പെട്ടെന്ന് ആളുകളെ കൊണ്ട് നിറഞ്ഞു. വലിയ ബഹളമായി. എന്നാൽ ഈ ആളുകളുടെ ബഹളവും വെളിച്ചവും ഒന്നും ആ കുഞ്ഞിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല.
അവൻ വീണ്ടും നിർത്താതെ കരയാൻ തുടങ്ങി. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ചെറിയ കുട്ടി ഈ കുഞ്ഞിനെ കണ്ട് ഭയന്ന് മാറി നിൽക്കുന്ന സാഗ ശ്രദ്ധിച്ചു. മാത്രമല്ല അവിടെ വന്നിരുന്ന ചില അതിഥികൾ പരസ്പരം രഹസ്യം പറയുന്നത് സാഗ കേൾക്കാനിടയായി. സാധാരണ കുഞ്ഞുങ്ങളെ കണ്ട ഓമനിക്കാൻ തോന്നും, എന്നാൽ ഈ കുഞ്ഞിനെ കാണുമ്പോൾ എന്തൊരു ഭയം തോന്നുന്നു. മാത്രമല്ല ഇവരെങ്ങനെ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ അവർ അടക്കം പറയുന്നത് സാഗയ്ക്ക് ശരിക്കും വിഷമമുണ്ടാക്കി. തൻ്റെ കുഞ്ഞിനെ മറ്റുള്ളവർ ഇങ്ങനെ പറയുന്നത് കേട്ട് സഹിക്കാൻ കഴിയാതെ സാഗ കുഞ്ഞിനെ കൊണ്ട് വീടിനുള്ളിലേക്ക് പോയി. പെട്ടെന്ന് പുറത്ത് ശക്തമായൊരു കാറ്റ് വീശുകയും കുഞ്ഞിനെ കിടത്തിയിരുന്ന ട്രോളിയുടെ കർട്ടനുകൾ കാറ്റിൽ ഇളകുകയും ചെയ്തു. അത് കുഞ്ഞിനെ മൂടിയതും അത്ഭുതമെന്ന് പറയട്ടെ, ആ സമയത്ത് കുഞ്ഞ് കരച്ചിൽ നിർത്തി. ആളുകളുടെ ബഹളവും പ്രത്യേകിച്ച് അമിതമായ വെളിച്ചവും തൻ്റെ കുഞ്ഞിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് സാഗയ്ക്ക് ഇപ്പോൾ മനസ്സിലായി. ഇരുട്ടും നിശബ്ദതയുമാണ് അവൻ ആഗ്രഹിക്കുന്നത്. അന്ന് അവിടെ വെച്ച് സാഗയും ജോണും ചേർന്ന് തങ്ങളുടെ കുഞ്ഞിനൊരു പേരിട്ടു. ജോൺ കരുതി വെച്ചിരുന്ന പേരിന് വിപരീതമായി പെട്ടെന്ന് അവൾ കൂറ എന്ന പേര് വിളിച്ചു പറഞ്ഞു. കൂറയ്ക്ക് വെളിച്ചം ഒട്ടും ഇഷ്ടമല്ല എന്ന് തെളിയിക്കുന്ന മറ്റൊരു സംഭവം അപ്പോൾ അവിടെ നടന്നു. ജനലിലൂടെ വന്ന ഒരു ചെറിയ സൂര്യരശ്മി കൂറയുടെ കയ്യിൽ പതിച്ചതും ആ ഭാഗം വല്ലാണ്ട് പൊള്ളിപ്പോയി. സൂര്യപ്രകാശം അവൻ അലർജിയാണ്, അല്ലെങ്കിൽ അത് അവൻ്റെ ശരീരത്തെ നശിപ്പിക്കുന്നു എന്ന് വളരെ വ്യക്തമായിരുന്നു. സാഗ വേഗം തന്നെ അവനെ വീടിൻ്റെ ഏറ്റവും ഇരുട്ടുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോയി. അതിഥികളും അമ്മയും ഒക്കെ തിരികെ പോയതിനു ശേഷം സാഗ ജോണിനോട് തൻ്റെ ആശങ്കകൾ പങ്കുവച്ചു. ജോൺ, നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അവൻ്റെ കടിയുടെ ശക്തിയൊക്കെ നീ കണ്ടില്ലേ? അവൻ്റെ നഖങ്ങൾ പോരാത്തിന് സൂര്യപ്രകാശം അടിച്ചാൽ അവൻ്റെ ശരീരം പൊള്ളുന്നു. അവൻ നോർമലല്ല. എന്നാൽ ജോൺ ഇതൊന്നും മുഖവിലയ്ക്ക് എടുത്തില്ല. സാഗേ, നീ വെറുതെ ചിന്തിച്ച് കൂട്ടുകയാണ്. നമ്മുടെ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനാണ്. അവൻ കുറച്ച് സ്ട്രോങ് ആണെന്നൊക്കെ സത്യം തന്നെ. അത് നല്ല കാര്യമല്ലേ? അവൻ വളരുമ്പോൾ ഇതൊക്കെ മാറിക്കോളും. ജോൺ വളരെ കൂളായി മറുപടി നൽകി. സാഗയെ സമാനിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു ദിവസം സാഗ കൂറയും കുട്ടി താരുവിനോടൊപ്പം കാട്ടിലേക്ക് പോയി. അവിടെ പഴയ ഓർമ്മകളുടെ മരത്തിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ താരു അത്ഭുതത്തോടെ വിളിച്ച് പറഞ്ഞു, സാഗയെ നോക്ക്, കൂറ ചിരിക്കുന്നു. സാഗ വേഗം കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി. ശരിയാണ്, ജനിച്ചതിന് ശേഷം ആദ്യമായ കുഞ്ഞ് ചിരിക്കുകയാണ്. ആ മരത്തെയും ആ കാടിനെയും കണ്ടപ്പോഴാണ് അവന് സന്തോഷം വന്നത്. ഇത് സാഗയെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അന്ന് രാത്രി ജോൺ സാഗയുമായി റൊമാൻറ്റിക്കാകാൻ ശ്രമിക്കുന്ന സമയത്ത് സാഗ പെട്ടെന്ന് കൂറ കിടക്കുന്ന ട്രോളിയിലേക്ക് നോക്കി. അവൾ കണ്ട കാഴ്ച അവളെ ഞെട്ടിപ്പിച്ചു. ഒരാഴ്ച മാത്രം പ്രായമുള്ള കൂറ ദാ ട്രോളിയിൽ എഴുന്നേറ്റിരിക്കുന്നു. ഇത് അസാധ്യമാണ്. ഒരു നവജാത ശിശുവിന് ഒരിക്കലും സ്വന്തം എഴുന്നേറ്റിരിക്കാൻ കഴിയില്ല. സാഗ തിടുക്കത്തിൽ ജോണിനെ വിളിച്ച് കാണിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ നോക്കുമ്പോഴേക്കും കൂറ പഴയതുപോലെ കിടന്നിരുന്നു. ജോൺ അത് വിശ്വസിച്ചില്ല. എന്നാലും പേടികൊണ്ട് സാഗ കൂറയെ അവളുടെ മുറിയിലേക്ക് മാറ്റിക്കിടത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ സാഗയുടെ അമ്മയുടെ ഫോൺ കോൾ വന്നു. സാഗ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ വീണ്ടും ഞെട്ടിക്കുന്ന മറ്റു കാഴ്ച കണ്ടു. കൂറ ആ ട്രോളിൽ നിന്നും സ്വയം പുറത്തിറങ്ങി തറയിൽ വളർന്നു കിടക്കുന്ന ആ ചെറിയ മരത്തിൻ്റെ അരികിൽ പോയി നിൽക്കുന്നു. അവൻ വളരെ ശാന്തനായി ആ മരത്തിലേക്ക് തന്നെ ഉറ്റു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം ഫോണിലൂടെ അമ്മ പറയുന്നത് സാഗ കേൾക്കുന്നുണ്ടായിരുന്നു. മോളെ, ആ കാടിനെക്കുറിച്ച് ഒരുപാട് കെട്ടുകഥകൾ നിലവിലുണ്ട്. അവിടെ മനുഷ്യരെ പോലെ തോന്നിക്കുന്ന ചില ഭയാനകമായ ജീവികളുണ്ടെന്നാണ് പഴമക്കാരൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നത് നിങ്ങൾ തിരിച്ചു പോകാനാണ്. എന്നാൽ സാഗ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അവളുടെ ശ്രദ്ധ മുഴുവൻ കൂറയിലും ആ മരത്തിലുമാണ്. അവൾ പതുക്കെ തറയിലെ കാർപ്പറ്റ് മാറി നോക്കി. കണ്ട കാര്യം വീണ്ടും അവളെ ഞെട്ടിച്ചു. ആ തറയിൽ തടികളും പലകളും എല്ലാം വളരെ ദ്രവിച്ച് തൊട്ടാൽ പൊടിയുന്ന അവസ്ഥയിലായിരിക്കുന്നു. ആ വീട് മുഴുവൻ എന്തൊരു ദുഷ്ടശക്തി കീഴടക്കുന്ന പോലെ അവൾക്ക് തോന്നി. പിറ്റേ ദിവസം രാവിലെ ജോൺ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് സാഗ ആ മരം നിൽക്കുന്ന തറയിൽ നല്ല ഉറക്കത്തിലാണ്. എന്നാൽ കൂറ യാതൊരു ഭാവവ്യത്യാസമില്ലാതെ അവൻ്റെ ട്രോളിയിൽ കിടക്കുന്നുമുണ്ട്. ജോൺ ജോലിക്ക് പോയതിനു ശേഷം സാഗ കൂറയ്ക്ക് വീണ്ടും മുലപ്പാൽ കൊടുക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇത്തവണ ആ വേദന സഹിക്കാൻ കഴിയാത്തത്ര വലുതായിരുന്നു. അവളുടെ സ്ഥലങ്ങളിലെ മുറിവ് കൂടുതൽ വലുതായിരിക്കുന്നു. ഇനിയും അവനെ ഇങ്ങനെ പാലൂട്ടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി സാഗ ഒരു ബോട്ടിൽ ഉപയോഗിച്ച് പാൽ പമ്പ് ചെയ്തെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പമ്പ് ചെയ്യുന്നതിനിടയിൽ അബദ്ധത്തിൽ ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടി. ഗ്ലാസ് പീസുകൾ പെറുക്കി മാറ്റുന്നതിനിടയിൽ സാഗയുടെ കയ്യിൽ ആഴത്തിൽ മുറിവേൽക്കുകയും അതിൽ നിന്ന് രക്തം വിറ്റി വീഴാനും തുടങ്ങി. അപ്പോൾ സംഭവിച്ച കാര്യമാണ് ഈ സിനിമയിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന സീനുകളിലൊന്ന്. തൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും വീഴുന്ന രക്തം കണ്ട കൂറ വളരെ ആർത്തിയോടെ അത് നക്കി വലിച്ച് കുടിക്കാൻ തുടങ്ങി. ഒരു പിഞ്ചു കുഞ്ഞ് മനുഷ്യരക്തം കുടിക്കുന്നത് കണ്ട് സാഗ ഭയം കൊണ്ട് മരവിച്ച് നിന്നുപോയി. ഇനിയും ഇങ്ങനെ നിന്നാൽ ശരിയാകില്ല എന്ന് മനസ്സിലാക്കിയ സാഗ ജോണിനെയും കുട്ടി കൂറയെ ഒരു പീഡിയാട്രിഷ്യൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവൾ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ ഡോക്ടർ അവരെ പരിശോധിച്ച് പറഞ്ഞ കാര്യങ്ങൾ സാഗ ഒട്ടും തൃപ്തിപ്പെടുത്തിയില്ല. മെഡിക്കൽ സയൻസ് വെച്ച് നോക്കുമ്പോൾ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അവൻ്റെ വളർച്ച വളരെ വേഗത്തിലാണ് നടക്കുന്നത്. അതാണ് അവൻ ഇത്രയും ശക്തി വരാൻ കാരണം. ശരീരത്തിൽ രോമങ്ങളുള്ളത് വളരുമ്പോൾ തനിയെ കുഴിഞ്ഞു പോയിക്കോളും. പിന്നെ രക്തം കുടിച്ചതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുഞ്ഞിന് നല്ല വിശപ്പുണ്ടായതുകൊണ്ടായിരിക്കാം അവൻ അറിയാതെ അങ്ങനെ ചെയ്തത് എന്നാണ്. ഇതൊക്കെ വളരെ നോർമലാണ്, ഇതിൽ പേടിക്കാനൊന്നുമില്ല എന്ന് ഡോക്ടർ വിധി എഴുതി. ഇതിനിടെ ജോണിന് വളരെ ആശ്വാസമായി. സയൻറ്റിഫിക്കായ ഒരു വിശദീകരണം കിട്ടിയതിൽ അവൻ സന്തോഷിച്ചു. പോരുന്നതിന് മുമ്പ് ഡോക്ടർ സാഗയോട് പറഞ്ഞു, നിങ്ങളൊരു അമ്മയല്ലേ, കുഞ്ഞിന് ഇത്തരം മാറ്റങ്ങളുമായി നിങ്ങൾ പൊരുത്തപ്പെടാൻ പഠിക്കണം. സാഗ ഡോക്ടറെ നോക്കി ഒരു പുച്ഛച്ചിരിയോടെ അവിടെ നിന്നും ഇറങ്ങി. കാരണം അവൾക്കറിയാം താൻ അനുഭവിക്കുന്ന ഭയം എന്താണെന്നും തൻ്റെ കുഞ്ഞ് ഒരു സാധാരണ മനുഷ്യനല്ലെന്നും. ഡോക്ടറുടെ അടുത്ത് നിന്നും വന്നതിന് ശേഷം ജോണിൻ്റെ മാതാപിതാക്കൾ അവരെ കാണാൻ അവിടേക്ക് വന്നു.
ജോണിൻ്റെ അച്ഛൻ ഒരു പാസ്റ്ററാണ്, അമ്മ ഒരു സാധാരണ വീട്ടമ്മയും. ആ പാസ്റ്റർ അച്ഛൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലായി ഒരു കുരിശ് രൂപമുള്ള ഇരുമ്പ് വടി കരുതിയിരുന്നു. നെഗറ്റീവ് എനർജികളെ അകറ്റാൻ വേണ്ടിയുള്ള ഒരു രക്ഷാകവചം എന്ന നിലയിലാണ് അദ്ദേഹം അത് കൊണ്ടുവന്നത്. അങ്ങനെ ഒരു പുരോഹിതൻ എന്ന നിലയിലും ഒരു മുത്തച്ഛൻ എന്ന നിലയിലും അദ്ദേഹം കൂറയെ ആശീർവദിക്കാൻ തീരുമാനിച്ചു. ക്രൈസ്തവ വിശ്വാസപ്രകാരം നവജാത ശിശുക്കളെ ആശീർവദിക്കുന്നത് സാധാരണമാണ്. അങ്ങനെ ചില ചടങ്ങുകളൊക്കെ ചെയ്തപ്പോൾ കുഞ്ഞ് വളരെ നോർമലായിരുന്നു, കൂളായി നിന്നു. എന്നാൽ മറ്റൊരു സമയത്ത് ആ ഇരുമ്പൊടി കുഞ്ഞിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ആമേനെന്ന് വെച്ചു. പെട്ടെന്ന് കുഞ്ഞിൻ്റെ കൈ ആ ഇരുമ്പൊടിയിൽ കൊണ്ടതും പൊള്ളി അവിടെ നിന്നും പുക വരാൻ തുടങ്ങി. കുഞ്ഞ് അലറി കരഞ്ഞു. ഇത് കേട്ട് ഓടി വന്ന് കണ്ട് ജോൺ ദേഷ്യത്തോടെ തൻ്റെ അച്ഛനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞിനെ വാങ്ങി റൂമിലേക്ക് പോയി. ആ ഇരുമ്പൊടി ചൂടുള്ളതായിരുന്നില്ല, എന്നിട്ടും കുഞ്ഞിന് പൊള്ളയേറ്റു. താനൊന്നും ചെയ്തില്ല എന്നവരുടെ അച്ഛൻ നിൽക്കുമ്പോൾ എന്നാൽ ഈ സമയം സാഗ അവിടെ കിടന്ന് ഉറക്കെ ചിരിക്കുകയായിരുന്നു. ജോണിൻ്റെ മാതാപിതാക്കൾക്ക് സാഗയുടെ ഈ പെരുമാറ്റം കണ്ട് വലിയ അത്ഭുതവും ഭയവും തോന്നി. ആ കുഞ്ഞിന് ദൈവികതയില്ല എന്ന് ഊട്ടിയുറപ്പിക്കുന്ന ഒരു ചിരിയായിരുന്നു നമ്മൾ അവൾ കണ്ടത്. ജോൺ അറിയത് സാഗ ഒരു ഭയപ്പെടുന്ന കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. കൂറയുടെ വിശപ്പകറ്റാൻ മുലപ്പാൽ മതിയാവില്ലെന്നും അവന് രക്തം വേണമെന്നും മനസ്സിലാക്കിയ സാഗ രഹസ്യമായി കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന 4 കാലയുടെ ചോര നിറച്ച ഒരു കുപ്പി സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ ഇത് കൊടുക്കുമ്പോൾ കൂറ വളരെ ആർത്തിയോടെയാണ് ആ ചോര കുടിച്ച് തീർത്തിരുന്നത്. ജോൺ ഇതൊന്നും കാണാതിരിക്കാൻ വേണ്ടി തറയിൽ മരം നിന്നിരുന്ന ആ കുഴിയുടെ ഉള്ളിലാണ് സാഗയെ രക്തക്കുപ്പി ഒളിപ്പിച്ച് വെച്ചിരുന്നത്. അങ്ങനെ ജോണിൻ്റെ മാതാപിതാക്കൾ തിരിച്ചു പോയതിനു ശേഷമുള്ള ഒരു ദിവസത്തെ കാര്യമാണ് ഇനി പറയുന്നത്. രാവിലെ ഉറക്കമെണീറ്റ സാഗ തൻ്റെ കയ്യിൽ ഒരു വലിയ കടിയുടെ പാട് കണ്ടു. രക്തം വന്നിട്ടുണ്ട്. അവൾ ഞെട്ടിത്തെരിച്ചു. കൂറെ നോക്കിയപ്പോൾ കൂറ സ്വന്തമായി എഴുന്നേറ്റ് നിൽക്കുകയും നടക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ജനിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് നടക്കുന്നു. തൻ്റെ കുഞ്ഞ് ഒരു അമാനുഷിക ജീവിയാണെന്ന് സാഗയ്ക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടു. കൂറ തന്നെ ആക്രമിക്കുമെന്ന് ഭയന്ന് അവൾ ജോണിൻ്റെ അച്ഛൻ കൊണ്ടുവന്ന ആ ഇരുമ്പൊടി ഒരായുധം പോലെ കയ്യിൽ പിടിച്ചു. കൂറയ്ക്ക് ഇരുമ്പ് അലർജിയാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. ആ സമയത്താണ് സാഗയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. അമ്മയാണ് വിളിക്കുന്നത്. സാഗ വേഗം കുളിമുറിയിലേക്ക് പോയി കഥ അടച്ച് ഫോൺ എടുത്തു. അമ്മ അന്ന് പറയാൻ ബാക്കി വെച്ച കാര്യങ്ങൾ സാഗയോട് പറഞ്ഞു. സാഗേ, നീ ജനിച്ച സമയത്ത് നിന്നെ വളർത്താൻ എന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. നിനക്ക് പാൽ തന്നു എൻ്റെ ശരീരം പറ്റി വരണ്ടു പോയിരുന്നു. നിന്റെ അസാധാരണമായ ശക്തി കൊണ്ട് ഞാൻ ഭയന്നിരുന്നു. അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ സാഗയ്ക്ക് ഒരു കാര്യം വ്യക്തമായി. താനും തൻ്റെ കുഞ്ഞിനെ പോലെ തന്നെയായിരുന്നു. ഇതോടെ അവളുടെ ഉള്ളിലെ ഭയം ഇരട്ടിയായി. ഈ സമയം പുറത്ത് കൂറ വന്ന ബാത്റൂമിൻ്റെ വാതിൽ ശക്തിയായി ഇടിക്കാൻ തുടങ്ങി. വാതിൽ പൊളിഞ്ഞു പോകുമോ എന്ന് സാഗ ഭയന്നു. അവൾക്ക് വല്ലാത്തൊരു ദേഷ്യവും നിസ്സഹായതയും തോന്നി. അങ്ങനെ ഒരു ദിവസം സാഗ രഹസ്യം വഹിച്ചിരുന്ന ആ 4 കാലിയുടെ ചോരക്കുപ്പി ജോൺ കണ്ടുപിടിച്ചു. അവനാകെ ഞെട്ടിപ്പോയി. തൻ്റെ കുഞ്ഞിന് മൃഗത്തിൻ്റെ ചോരയോ? അവനെ സഹിക്കാൻ കഴിഞ്ഞില്ല. ജോണും സാഗയും തമ്മിൽ വലിയൊരു വഴക്ക് അവിടെ നടന്നു. വഴക്കിനിടയിൽ ആ ചോരക്കുപ്പി താഴെ വീണ് പൊട്ടി. ചോര അവരുടെ രണ്ടുപേരുടെയും ദേഹത്തേക്ക് തെറിച്ചു. ജോണിൻ്റെ വല്ലാത്ത ദേഷ്യം വന്നിരുന്നു. അവൻ സാഗയോട് പറഞ്ഞു, നിനക്ക് ശരിക്കും ഭ്രാന്താണ്. നീ ഈ വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കാതെ കുറച്ചൊന്ന് മാറി നിൽക്ക്. നീ സിറ്റിയിലേക്ക് പോയി ഒരു ദിവസം അവിടെ നിൽക്ക്. ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണാം. നിനക്ക് കുറച്ച് സമാധാനം വേണം. ഇന്ന് ഞാൻ കുറേ നോക്കിക്കോളാം. അങ്ങനെ ദേഷ്യത്തോടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി. സാഗയ്ക്ക് വേറെ വഴികളില്ലാത്തതുകൊണ്ട് അവൾ സിറ്റിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. സിറ്റിയിലെ ഒരു ഹോട്ടലിൽ മുറിയെടുത്ത സാഗ കണ്ണാടിയിൽ സ്വന്തം ശരീരത്തിലേക്ക് നോക്കി സങ്കടപ്പെട്ടു. ഏതാനും ദിവസങ്ങൾ കൊണ്ട് അവളുടെ യൗവനം മുഴുവൻ നഷ്ടപ്പെട്ട് ഒരു വൃദ്ധയെപ്പോലെ തൂലിയൊക്കെ ചുക്കി ചുളിഞ്ഞിരിക്കുന്നു. കുഞ്ഞവളുടെ ഊർജ്ജം മുഴുവൻ വലിച്ചെടുത്തിരിക്കുകയാണ്. കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി അവൾ ബാത്ത് ടബിൽ കിടന്നു. പിന്നീട് അവൾ അവളുടെ പഴയ സുഹൃത്തുക്കളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ പോയി. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാഗയുടെ കഴുത്തിന് താഴെ വലതൊരു ചൊറിച്ചിൽ അനുഭവപ്പെടാൻ തുടങ്ങി. അത് സഹിക്കാൻ കഴിയാത്ര ഭയാനകമായ ഒരു ചൊറിച്ചിലായിരുന്നു. അവൾ വേഗം അവിടെ നിന്നും എഴുന്നേറ്റ് ഹോട്ടലിലെ അടുക്കളയിലേക്ക് പോയി. അവിടെ ഇരുന്ന ഒരു വലിയ പച്ചിറച്ചി അതിൻ്റെ ഒരു വലിയ പീസ് എടുത്തുകൊണ്ട് നേരെ കാട്ടിലെ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഏറ്റവും വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾ വീട്ടിലേക്കെത്തി കൂറെ കയ്യിലെടുത്ത് ആ പച്ചിറച്ചി അവന് തിന്നാൻ കൊടുത്തപ്പോൾ ആ നിമിഷം തന്നെ അവളുടെ കഴുത്തിലെ ചൊറിച്ചിൽ പൂർണ്ണമായും മാറി. കൂറെ ആകട്ടെ ആ പച്ചിറച്ചി വളരെ ആർത്തിയോടെ ഒരു കാട്ടു മൃഗത്തെ പോലെ കടിച്ചു കീറി തിന്നുകയായിരുന്നു. സാഗയും കുറയും തമ്മിൽ അദൃശ്യമായ വളരെ ഭയപ്പെടുത്തുന്ന ഒരു ബോണ്ടിങ് ഉണ്ടെന്ന് നമുക്കിവിടെ മനസ്സിലാവുകയാണ്. കൂറയുടെ വിശപ്പ് മാറുമ്പോൾ സാഗയുടെ അസുഖങ്ങളും മാറുന്നു. ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ പേടിയാവുന്നല്ലേ. പിറ്റേ ദിവസം താരവും അവളുടെ ചെറിയ കുട്ടിയും സാഗയെ കാണാൻ വീണ്ടും വന്നു. സാഗയും താരം സംസാരിച്ചിരിക്കുന്ന സമയത്ത് ആ ചെറിയ കുട്ടി കൂറയുമൊത്ത് കളിക്കാൻ വേണ്ടി അവൻ്റെ പിന്നാലെ റൂമിലേക്ക് പോയി. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ റൂമിൽ നിന്നും കുട്ടിയുടെ അതിഭയാനകമായ ഒരു നിലവിളി അവൾ കേട്ടു. ഇരുവരും ഓടിച്ചു നോക്കുമ്പോൾ കണ്ട കാഴ്ച വല്ലാത്തൊരു മുറിവുണ്ടാക്കുന്നതായിരുന്നു. കൂറ ആ ചെറിയ കുട്ടിയുടെ കയ്യിൽ ഒരു വിരൽ കടിച്ചു മുറിച്ചിരിക്കുന്നു. എന്നിട്ട് അത് തിന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടിയുടെ കയ്യിൽ നിന്ന് രക്തം ചീരുന്നുണ്ട്. താര വേഗം കുട്ടിയും എടുത്ത് ആശുപത്രിയിലേക്ക് ഓടി. സാഗ അവിടെ തറയിൽ നിന്ന് പൊട്ടി കരയാൻ തുടങ്ങി. തൻ്റെ കുഞ്ഞ് ഒരു നരഭോജിയെ മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അവളെ തളർത്തിക്കളഞ്ഞു. എന്നാൽ കൂറയോ അവനെപ്പോഴും ആ കുട്ടിയുടെ വിരൽ ആസ്വദിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. കൂറയ്ക്ക് ഇനിയും വിശപ്പുണ്ടാകും എന്ന് മനസ്സിലാക്കിയ സാഗ ബാക്കിയുണ്ടായിരുന്ന പച്ചിറച്ചി മുഴുവൻ അവന് തിന്നാൻ കൊടുത്തു. ഇവിടെ വെച്ച് മാനസികമായി പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന സാഗയുടെയും സ്വഭാവം പൂർണ്ണമായും മാറുകയാണ്. ഒരമ്മയുടെ അന്ധമായ സ്നേഹമാണോ അതോ രാക്ഷസ കുഞ്ഞിൻ്റെ സ്വാധീനമാണോ എന്നറിയില്ല. സാഗയും കൂറയ്ക്കൊപ്പം ആ പച്ചിറച്ചി കടിച്ചു കീറി തിന്നാൻ തുടങ്ങി.
ഒരു മൃഗത്തെ പോലെ അവളും മാറി. കൂറയുടെ കൂടെ ചേർന്ന് അവളും ആ ചോരയും മാംസവും ആസ്വദിച്ചു. ജോൺ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ കാണുന്നത് സാഗയും കൂറയും ആ വീടിൻ്റെ നടുവിലുള്ള മരം നിന്നിരുന്ന കുഴിയിലെ ചെളിയിൽ വൃത്തിഹീനമായി പുരണ്ട് കിടന്നുറങ്ങുന്നതാണ്. ജോണാകെ തകർന്നുപോയി. അവൻ വേഗം കൂറ അവിടെ നിന്നും എടുത്ത് വൃത്തിയാക്കി അവന് സ്പൂൺ ഉപയോഗിച്ച് ഭക്ഷണം കൊടുക്കാൻ ശ്രമിച്ചു. എന്നാൽ സ്പൂൺ ഒരു ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതായതുകൊണ്ട് കൂറ അത് തട്ടിമാറ്റിക്കൊണ്ടിരുന്നു. അവന് മെറ്റൽ അലർജി ആണല്ലോ. ജോണിൻ്റെ ശ്രമങ്ങൾ വെറുതെയാകുമെന്ന് സാഗയ്ക്ക് ഉറപ്പായിരുന്നു. അവൾ യാതൊരു ഭാവവ്യത്യാസമില്ലാതെ അത് നോക്കി നിന്നു. കുഞ്ഞിനെ വീണ്ടും നിർബന്ധിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് സാഗയ്ക്ക് ദേഷ്യം വരികയും അവൾ ജോണിനോട് വിളിച്ച് പറയുകയും ചെയ്തു. അവൻ ഇരുമ്പ് അലർജിയാണ്, നീ ഇപ്പോൾ കാണിക്കുന്നത് അവനെ ഉപദ്രവിക്കുകയാണ് എന്ന് പറഞ്ഞവൾ നേരെ പോയി വീണ്ടും ഒരു വലിയ പച്ചിറച്ചി കഷ്ണം കൂറയ്ക്ക് ഇട്ട് കൊടുത്തു. കൂറ അത് ആർത്തിയോടെ തിന്നാൻ തുടങ്ങി. ഇതുകൊണ്ട് ജോണിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. തൻ്റെ കുഞ്ഞിനെ ഒരു കാട്ടുമൃഗത്തെ പോലെ പച്ചിറച്ചി കൊടുത്ത് വളർത്തുന്നത് അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ അലറിക്കൊണ്ട് സാഗയുടെ നേരെ തിരിഞ്ഞു. അന്ന് രാത്രി അവർ തമ്മിൽ വലിയൊരു സംഘർഷം നടന്നു. കുഞ്ഞിനെ വളർത്തുന്നതിനെ ചൊല്ലിയായിരുന്നു വഴക്ക്. ദേഷ്യം വന്ന ജോൺ കൂറയെ സാഗയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി താൻ സ്വന്തമായി വളർത്തും എന്ന് പറഞ്ഞ് അവനെയും കൊണ്ട് പോകാൻ ശ്രമിച്ചു. എന്നാൽ സാഗ അത് സമ്മതിച്ചില്ല. അവൾ കൂറയെ തിരികെ പിടിക്കാൻ ശ്രമിച്ചു. രണ്ടുപേരും കൂടി കുഞ്ഞിനെ പിടിച്ച് വലിക്കുന്നതിനിടയിൽ തൻ്റെ മാതാപിതാക്കളുടെ ഈ വഴക്ക് കണ്ട കൂറ ഉച്ചത്തിൽ വളരെ ഭയാനകമായ ശബ്ദത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. ആ കരച്ചിൽ വെറുമൊരു കരച്ചിലായിരുന്നില്ല, അതൊരു മന്ത്രവാദം പോലെയായിരുന്നു. കാട്ടിലെ ദുഷ്ടശക്തിയിലെ വിളിച്ചു വരുന്ന ഒരളർച്ച പോലെ. പെട്ടെന്ന് വീടിന് പുറത്തു നിന്നും ഭയാനകമായ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. വീടിൻ്റെ ജനലുകളും വാതിലുകളും തകർത്ത് വലിയ മരങ്ങൾ വീടിനുള്ളിലേക്ക് വളർന്നു കയറി. ഒരു വലിയ മരച്ചില്ല ഒരു കുന്തം പോലെ വന്ന് ജോണിൻ്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറി. ജോൺ അവിടെ വെച്ച് തന്നെ പിടഞ്ഞു മരിച്ചു. ഈ പ്രകൃതിയും ആ കാടും എല്ലാം ആ രാക്ഷസ കുഞ്ഞിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. എന്നാൽ ഭയം അവിടെ അവസാനിച്ചില്ല. ജോൺ മരിച്ചു വീണതും സാഗയുടെ ഉള്ളിലെ മൃഗം പൂർണ്ണമായും ഉണർന്നു. അവൾ ജോണിൻ്റെ നെഞ്ചി പിളർന്ന് അവൻ്റെ ഹൃദയം വലിച്ചെടുത്ത് പച്ചയ്ക്ക് കടിച്ചു തിന്നാൻ തുടങ്ങി. ഒപ്പം കൂറയും അവൻ്റെ സ്വന്തം അച്ഛൻ്റെ മാംസം കടിച്ചു കയറി തിന്നു. അതൊരു അതിദാരുണവും ഭയപ്പെടുത്തുന്നതുമായ കാഴ്ചയായിരുന്നു. മനുഷ്യത്വം പൂർണ്ണമായി നശിച്ച നരഭോജികളായ ഒരമ്മയും മകനും. പിറ്റേ ദിവസം രാവിലെയുള്ള മനോഹര കാഴ്ചയാണ് ക്യാമറ പിന്നീട് കാണിക്കുന്നത്. ഒന്നും സംഭവിച്ചില്ലാത്ത പോലെ പ്രകൃതി വളരെ ശാന്തമാണ്. കൂറ വളരെ സന്തോഷവാനായി വീടിൻ്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവൻ്റെ മുഖം വ്യക്തമായി നമുക്ക് കാണാം. അവന് സാധാരണ കുഞ്ഞിനെ പോലെയല്ല, ഒരു മൃഗത്തിൻ്റെയോ പിശാചിൻ്റെയോ ചായുള്ള ഒരു വീത്തർ രൂപമാണ് അവനുള്ളത്. കളിക്കുന്നതിനിടയിൽ അവൻ പെട്ടെന്ന് കാട്ടിലേക്ക് നോക്കി എന്തോ ഭാഷയിൽ ഉറക്കെ വിളിച്ച് പറഞ്ഞു. അവൻ്റെ വിളി കേട്ടതും ആ കാട്ടിലെ മരങ്ങൾക്കിടയിൽ നിന്നും നിഗൂഢമായ പല ജീവികളും പുറത്തേക്ക് വരാൻ തുടങ്ങി. മരങ്ങളുടെ രൂപമുള്ള മനുഷ്യരെ പോലെ നടക്കുന്ന കാട്ടുജീവികൾ. അവർ കൂറയുടെ ശബ്ദം കേട്ട് അവനെ കാണാൻ വന്ന അവരുടെ യഥാർത്ഥ ബന്ധുക്കളോ പൂർവികരോ ആയിരുന്നു. തന്നെ കാണാൻ വന്ന അവരെ നോക്കി കൂറ വളരെ സന്തോഷത്തോടെ ചിരിക്കുകയാണ്. സാഗ നോക്കി നിൽക്കെ ആ നിഗൂഢ ജീവികൾ അവനെ സ്വന്തം വംശത്തിൽപ്പെട്ടവനായി അംഗീകരിക്കുന്നിടത്ത് ഈ സിനിമ അവസാനിക്കുന്നു. കൂട്ടുകാരെ, ഒരമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് അതിരുകളില്ലാത്തതാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ ആ സ്നേഹം ഒരു സാധാരണ മനുഷ്യ കുഞ്ഞിനോടല്ല, മറിച്ച് ഒരു മനുഷ്യത്വമില്ലാത്ത ഒരു രാക്ഷസ ജീവിയോടാകുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നീ സിനിമ വളരെ ഭയാനകമായി നമുക്ക് കാണിച്ചു തരുന്നു. സ്നേഹത്തിൻ്റെയും പേടിയുടെ ഇടയിലുള്ള ആ നേർത്തവരെ ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തമാണ് നൈറ്റ് ബേൺ. കുട്ടിയായ കൂറ ഒരു സാധാരണ മനുഷ്യനല്ല, മറിച്ച് നോർഡിക് പുരാണങ്ങളിലെ ഒരു ട്രോൾ ആണ്. സാഗയുടെ കുടുംബത്തിന് തലമുറകളായി കാട്ടിലെ ട്രോളുകളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ആ രക്തം സാഗയിലുമുണ്ടെന്നും സിനിമ വ്യക്തമാക്കുന്നു. അതുകൊണ്ടാണ് അവൾക്ക് എപ്പോഴും കാടിനോട് അടുപ്പം തോന്നിയിരുന്നതും ഒടുവിൽ അവളിലും മൃഗങ്ങളെപ്പോലെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതും. സിനിമയുടെ അവസാനം ഒരു ശക്തമായ മെറ്റഫോറായിട്ട് നമുക്കെടുക്കാം. ജോൺ പ്രതിനിധീകരിക്കുന്നത് സമൂഹത്തെയും അതിൻ്റെ കടുത്ത നിയമങ്ങളെയുമാണ്. ഒരമ്മ എങ്ങനെ ആയിരിക്കണമെന്നും അവൾ തൻ്റെ കുട്ടിയെ എങ്ങനെ വളർത്തണമെന്നും സമൂഹം എപ്പോഴും നിർദ്ദേശിക്കുന്നു. ഒരു കുട്ടി സൊസൈറ്റി പ്രതീക്ഷിക്കുന്ന പോലെ സാധാരണമല്ലെങ്കിൽ ആ അമ്മ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെയാണ് സിനിമ വരച്ച് കാണിക്കുന്നത്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. ഒടുവിൽ ജോണിനെ കൊലപ്പെടുന്നതിലൂടെ സമൂഹം അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങളെയും പ്രതീക്ഷകളെയും സാഗ വരച്ചെറിയുകയാണ് ചെയ്യുന്നത്. തൻ്റെ കുട്ടി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണെങ്കിലും അത് രാക്ഷസനാണെങ്കിൽ പോലും അവനെ അവൻ്റെ പ്രകൃതത്തോടെ തന്നെ പൂർണ്ണമായി ഉൾക്കൊള്ളാനും അവനോടൊപ്പം ജീവിക്കാനും ഒരമ്മ തയ്യാറാകുന്നതാണ് നൈറ്റ് ബേണിൻ്റെ ക്ലൈമാക്സ്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും എന്താണ് തോന്നിയത് എന്ന് തീർച്ചയായും അറിയിക്കുക. ഓൾസോ ഇതുപോലെ വൈകുന്നേരുന്ന ഫോക്ക് ഹൊറർ മൂവീസൊക്കെ ഉണ്ടെങ്കിൽ പറയാനും മറക്കണ്ട. സോ എല്ലാവരും സുരക്ഷിതരായിരിക്കുക, സന്തോഷമായിരിക്കുക. ബൈ ബൈ, ടേക്ക് കെയർ.